കേന്ദ്ര സർക്കാരിനെതിരെ മന്ത്രിമാർക്കും MLA-മാർക്കുമൊപ്പം നടത്തിയ സത്യാഗ്രഹത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിച്ച ചായക്കപ്പ് വൈറലായിരിക്കുകയാണ്. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന വാചകം ആലേഖനം ചെയ്ത കപ്പിലാണ് മുഖ്യമന്ത്രി ഇന്നലെ വെള്ളം കുടിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായി ആദ്യ പീഡന പരാതി നൽകിയ അതിജീവിത കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഈ വാചകങ്ങൾ കുറിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ കപ്പിൽ ഈ വാചകങ്ങൾ ഇടം പിടിച്ചതോടെ അതിജീവിതയോടുള്ള ഐക്യദാർഢ്യമെന്നായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചർച്ചയായത്. ഇതിനു പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഐക്യദാർഢ്യത്തോട് പ്രതികരിച്ച് അതിജീവിത ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചു. ആ കപ്പിലെ വാചകങ്ങൾക്ക് എന്റെ ഉള്ളിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട ജീവന്റെ തുടുപ്പുണ്ടെന്നാണ് ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്നെഴുതിയ കപ്പുമായുള്ള മുഖ്യമന്ത്രിയുടെ ചിത്രം പങ്കുവച്ച് അതിജീവിത കുറിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിന് പിന്നാലെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റിലാണ് അതിജീവിതയുടെ വാക്കുകൾ. ഇരുട്ടിൽ ചെയ്ത പ്രവൃത്തികൾ ദൈവം കണ്ടെന്നും മാലാഖ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നിന്ന് തങ്ങളോട് ക്ഷമിക്കട്ടെ എന്നും അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിന് പിന്നാലെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. എങ്ങും എത്താതിരുന്ന നിലവിളി ദൈവം കേട്ടെന്നും തെറ്റായ വ്യക്തിയെ വിശ്വസിച്ച് കുട്ടിയുടെ പിതാവാകാൻ യോഗ്യനല്ലാത്ത ഒരാളെ തെരഞ്ഞെടുത്തതിന് ക്ഷമ ചോദിക്കുന്നുവെന്നും രാഹുലിനെതിരെ പരാതി നൽകിയ ആദ്യ കേസിലെ അതിജീവിത ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഐക്യദാർഢ്യവും പിന്നാലെ കപ്പിലെ വാചകങ്ങൾക്ക് എന്റെ ഉള്ളിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട ജീവന്റെ തുടുപ്പുണ്ടെന്ന് മറ്റൊരു പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. അതേസമയം ബലാത്സംഗ കേസിൽ റിമാൻഡിലായി ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. ഇക്കാര്യം വ്യക്തമാക്കി കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിപ്പിച്ചു. രാഹുലിനെ ഇന്ന് നേരിട്ട് ഹാജരാക്കാനാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവെടുപ്പുകൾ നടത്തുന്നതിനായി പ്രതിയെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ രാഹുലിന് ജാമ്യം അനുവദിക്കണമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ഈ കേസിൽ ക്രൈം നിലനിൽക്കില്ല എന്നും പ്രതിഭാഗം വാദിച്ചു. അതേസമയം മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ അതിജീവിത പരാമർശിച്ച വടകരയിലെ ഫ്ളാറ്റിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ ഉരുണ്ടു കളിക്കുകയാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വടകരയിലെ ഫ്ളാറ്റ് ആരുടേതാണെന്ന് അന്വേഷിക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പരിഹാസത്തോടെ അപ്പോ അങ്ങനെയാണല്ലോ എന്ന മറുപടി മാത്രമായിരുന്നു വേണുഗോപാൽ നൽകിയത്. നിയമസഭയിൽ നിന്നും രാഹുലിനെ പുറത്താക്കുമോ എന്ന ചോദ്യത്തിന് അത്തരം കാര്യങ്ങളെ കുറിച്ച് ചർച്ച വരുമ്പോൾ തീരുമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഹോട്ടൽ മുറിയിൽ നടന്ന ക്രൂര പീഡനത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പലതവണ വടകരയിലെ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചുവെന്നായിരുന്നു അതിജീവിത നൽകിയ മൊഴി. എന്നാൽ താൻ വഞ്ചിക്കപ്പെടുകയാണെന്ന് തിരിച്ചറിഞ്ഞ യുവതി ക്ഷണം നിരസിക്കുകയായിരുന്നു. വടകരയിൽ ഫ്ളാറ്റ് ഉണ്ടെന്നും ഒരു ദിവസം അവിടേക്ക് വരണമെന്നും അതിജീവിതയോട് ബലാത്സംഗത്തിന് ശേഷം രാഹുൽ ആവശ്യപ്പെട്ടെങ്കിലും ഇനി ഒരിക്കലും നമ്മൾ കാണില്ലെന്നും അതിജീവിത പറഞ്ഞു. പിന്നീട് രാഹുൽ പലതവണ ഭീഷണിപ്പെടുത്തുകയും വടകരയിലെ ഫ്ളാറ്റിൽ വരാൻ നിർബന്ധിക്കുകയും ചെയ്തു. പാലക്കാടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് ഫ്ളാറ്റ് ഉള്ളത്. എന്നാൽ വടകരയിൽ ഫ്ളാറ്റ് ഉണ്ടെന്നും അവിടേക്ക് വരാൻ ക്ഷണിക്കുകയും ചെയ്തതാണ് വിവാദമായത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ഫ്ളാറ്റിലേക്കാണോ ക്ഷണിച്ചതെന്നാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. ഇത് സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്.